ഹായ് ഓൾ വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് ഒരു കോഴ്സിന്റെ ഓവർവ്യൂ ആണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ഡി ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലുള്ള എൽ ഡി ടൈപ്പിസ്റ്റ്. അപ്പോൾ ഈ ഒരു രണ്ട് പോസ്റ്റാണ് നമുക്കിപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എജു വാലിയിൽ അതിൻ്റെ കോഴ്സ് ഉണ്ടോ എന്ന് കുറേ പേര് തിരക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 1 മന്തിൻ്റെ ഡിസ്റ്റൻസിൽ നമ്മൾ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ പഠിക്കുന്നവർക്ക് റീജോയിൻ ചെയ്യുന്നതിനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എഗെയിൻ മൂന്നാമതൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ജൂൺ 25-നാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിൻ്റെ നടത്തിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, എജു വാലിയുടെ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ഈ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളുടെ ക്ലാസ് എങ്ങനെയൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, നമ്മളുടെ ഈ ഒരു കോഴ്സിനകത്ത് ഏതൊക്കെ മൊഡ്യൂൾസ് ആണുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഓരോന്നിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ വീക്ക് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ടൈം ടേബിൾ ആണ്, അത് എങ്ങനെയാണ് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി കോഴ്സ് ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ പറഞ്ഞു എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. ഇനി നമ്മളുടെ കോഴ്സ് ഫീച്ചേഴ്സ് വരുന്നത്, നമ്മളുടെ കോഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ക്ലാസ്സസും തന്നെ എല്ലാ പുതിയ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കണ്ടന്റ് പഠിപ്പിക്കുന്നതെല്ലാം തന്നെ റെക്കോർഡഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈവായിട്ട് സ്കെഡ്യൂൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആണ് നമുക്ക് ഫേസ് 1 എന്ന് പറയുന്നത്. ആ ഫേസ് 1 എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് മൊഡ്യൂൾ എക്സ്പ്ലനേഷനിൽ ഞാൻ പറയുന്നത്. ഫേസ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്. അതായത് ഈ ഫേസ് 1 പറഞ്ഞിട്ടുള്ള എന്നാൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഏതെങ്കിലും കണ്ടന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫേസ് 2 വരിക. ഇത് കൂടുതലും വേർഡ്, എക്സൽ, പവർ പോയിന്റ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഇനി ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ചില എൽ ഡി ടൈപ്പിസ്റ്റിൽ അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് 2 വരിക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഫേസ് 2 നമ്മൾ എടുക്കത്തുള്ളൂ. ഇനി ലൈവ് വന്നിട്ട് ടെലഗ്രാമിലാണ് നമ്മൾ ലൈവ് എടുക്കുക. തുടക്കത്തിൽ തന്നെ ലൈവ് ഇല്ല, നമ്മൾ കാര്യങ്ങൾ കുറച്ച് പഠിച്ച് വന്നതിന് ശേഷമാണ് ലൈവ് എടുക്കുക. നൈറ്റാണ് ലൈവ് ഉള്ളത്. നൈറ്റ് 8:45 തൊട്ട് 9:45 അങ്ങനെയുള്ള ഒരു സമയത്താണ് വരിക. അത് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇൻ കേസ് പ്രഗ്നൻസി, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ളവർ, അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ ലൈവിൻ്റെ ഓഡിയോ റെക്കോർഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സമയത്തിരുന്ന് അത് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് 25-ാം തീയതി തന്നെ ജനറലി എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു മോക്ക് ടെസ്റ്റ് പോലെയുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ടെലഗ്രാം ചാനലിലാണ് അത് നടത്തുന്നത്. 10 പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ തന്നെ കോഴ്സിനകത്തും പ്രത്യേകം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഗ്രൂപ്പിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത്, ഓരോരുത്തരും ഓരോ സമയത്താണ് ഇരുന്ന് പഠിക്കുക അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് വന്നാലും എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ തിരക്കുന്നുണ്ടായിരിക്കും. നോട്ട് എഴുതുന്നുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസ് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നതാണ് പേഴ്സണൽ മെൻറ്ററിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കോഴ്സിനകത്തുള്ള കാര്യങ്ങൾ. ഇനി ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ആണുള്ളത്. അതിനകത്താണ് നമ്മളുടെ എല്ലാ മെറ്റീരിയലും തന്നെ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ എക്സാംസ്, വീഡിയോസ്, അതുപോലെ തന്നെ നോട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാര്യത്തിനകത്താണുള്ളത്. ഇനി വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. അതായത് ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിലിങ്, ഇന്നത്തെ ക്ലാസ് ഏതൊക്കെയാണ്, ടൈം ടേബിൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. ഇതിൻ്റെ തന്നെ ഒരു ഡിറ്റോ പോലെയാണ് ടെലഗ്രാം ഗ്രൂപ്പ് വരുന്നത്.
ഐദർ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 2 പ്ലാറ്റ്ഫോം നമ്മൾ എടുത്തേക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ വാട്സപ്പിലാണ് ക്ലാസ് ഇടുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുക. പിന്നെ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ലൈവ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് വെച്ചേക്കുന്നത്. ഈ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൻ്റെ ലിങ്ക് ആണ് തരിക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നുണ്ടാവും. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്ലാറ്റ്ഫോംസ് വരുന്നത്. ഇനി മൊഡ്യൂൾ എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് ജനറൽ നോളജ് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്കുകളും തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചേക്കാണ്. അപ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 തുടങ്ങി മൊഡ്യൂൾ 9 വരെയാണ് വരുന്നത്. 10 വരുന്നത് phase 2 വീഡിയോസ് ആണ്. സോ മൊഡ്യൂൾ 1 നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആണ് പഠിക്കുക. അതായത് ജനറേഷൻ, ക്ലാസിഫിക്കേഷൻ, എന്താണ് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, അങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗങ്ങളെല്ലാം ചേർത്തിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെന്റൽസ്, ബേസിക് പ്രിൻസിപ്പിൾ തൊട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിനകത്ത് പഠിക്കുക. അതിനകത്ത് ദെൻ മൊഡ്യൂൾ 2 നമ്മൾ ഇൻ്റർനെറ്റ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 3 ടൈപ്പ് റൈറ്റർ ആണ് പഠിക്കുന്നത്. ഇനി ഇതിൽ ഈ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഈ 3 മൊഡ്യൂളിനും 30 മിനിറ്റ് വരെയുള്ള ഡ്യൂറേഷനുള്ള വീഡിയോസ് ആണ് ഒരു ദിവസം നമ്മൾ അയക്കുക. ഓരോ ഡേ ബൈ ഡേ ആണ് നമ്മൾ ക്ലാസ് അയക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും 30 മിനിറ്റ് ഉള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഉണ്ടാവുക. ഇനി അതിനകത്ത് എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്റോറിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യിപ്പിച്ചിട്ടാണ് നിർത്തുക. ഇപ്പോൾ ഇന്റർനെറ്റ് ആണെങ്കിൽ ഇന്റർനെറ്റിന്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയാണ് 30 മിനിറ്റ് വരുന്നത്. അപ്പോൾ അതാണ് ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ ടോട്ടൽ വീഡിയോസ് വന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന് 30 വീഡിയോസ് ഉണ്ട്, ഇന്റർനെറ്റിന് 15 വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററിന് 20 വീഡിയോസ് ആണ് ഉള്ളത്. ദെൻ അടുത്ത സെറ്റ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4, 5, 6 എന്ന് പറയുന്നത് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ വന്നിട്ട് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ്. ഇതിനകത്തൊരു അഡീഷണൽ കാര്യം വന്നിട്ടുണ്ട്. ടോപ്പിക് എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ വർക്കൗട്ടും അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പോർഷൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്രീൻ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടെ നമുക്കുണ്ട്. അതായത് എന്താണ് കണ്ടന്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി കാണിച്ചു തരും. എന്നിട്ട് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട്. അങ്ങനെയാണ് ഈ ഒരു ഡ്യൂറേഷൻ 1 അവർ വരെ പോകുന്നത്. അപ്പോൾ അതിൽ വേർഡിൽ 20 ക്ലാസ് ആണുള്ളത്, എക്സലിന് 20 ക്ലാസ് ആണ്, പവർ പോയിന്റിന് 15 ക്ലാസ് ആണ് മൊത്തം പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഈ വർഷം മുതൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിനും മലയാളത്തിനും ഇതുപോലെ തന്നെ 30 മിനിറ്റ് ക്ലാസ്സസ് തന്നെയാണുള്ളത്. ബേസിക്സും എന്താണ് പ്രിൻസിപ്പിൾ, ടോപ്പിക് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് 7ാമത്തെയും 8ാമത്തെയും മൊഡ്യൂളിന് നമ്മൾ കൊടുക്കുന്നത്. ഇനി 9ാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. അത് വീക്കിലി ആ ഒരു ആഴ്ചയിലെ മൊത്തം കറണ്ട് അഫയേഴ്സ് നമ്മളൊരു ഫയലായിട്ടാണ് അയച്ചു തരിക. എന്നിട്ട് എക്സാം, അങ്ങനെയുള്ള രീതിയാണുള്ളത് കറണ്ട് അഫയേഴ്സിന്. പിന്നെ ലൈവിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഇനി കോഴ്സ് ഡ്യൂറേഷൻ വന്നിട്ട് നമ്മളുടെ ELD ടൈപ്പിസ്റ്റിന്റെ എക്സാം വരെയാണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വന്നിട്ടുള്ളത്. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഐദർ നിങ്ങൾക്ക് സിംഗിൾ പേയ്മെന്റ് ആയിട്ട് ചെയ്യാം, ഒറ്റത്തവണയായിട്ട് അടയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 3 തവണയായിട്ട് അടയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 1000 രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞ് 1 മാസം ആകുമ്പം നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റിന്റെ ഒരു 1 മന്ത് കഴിയുമ്പം അടുത്ത 1000 രൂപയാണ് അടുത്ത പേയ്മെന്റ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജോയിൻ ചെയ്തപ്പോൾ ഒരാൾ 5-ാം തീയതി മെയ് 5-നാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുമ്പം 1000 രൂപ അടയ്ക്കണം. ഇനി ജൂൺ 5 ആകുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? അടുത്ത 1000 രൂപ അടയ്ക്കണം. പിന്നെ ജൂലൈ 5 ആകുമ്പോൾ എന്തടയ്ക്കണം? ബാലൻസ് പേയ്മെന്റ് 500 കൂടെ അടയ്ക്കണം. അങ്ങനെ 3 തവണയായിട്ട് അടയ്ക്കുന്ന രീതിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വന്നേക്കുന്നത്. ടോട്ടൽ ഫീ 2500 ആണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതാണ് നമ്മളുടെ വീക്ക് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്കെഡ്യൂളിംഗ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്കാണ് പഠിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണ് ടോപ്പിക് എന്നുള്ളത് നമ്മൾ അതിന് മുമ്പേ പറയുന്നുണ്ടാവും. ഏത് ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ആ ഒരു ആഴ്ചയിലെ മൊത്തം കാര്യങ്ങളായിരിക്കും പറയുക. ഇനി 2ാമത്തെ ദിവസം മൈക്രോസോഫ്റ്റ് വേർഡ്, ടൈപ്പ് റൈറ്റർ, ഇംഗ്ലീഷ്. ഈ ഹോളിഡേ നമ്മൾ ശനി, ഞായർ പബ്ലിക് ഹോളിഡേയ്സ് ആണ് നമ്മൾ എടുക്കാത്തത്.
ശനി ഞായറും ക്ലാസ് ഇല്ല. പക്ഷേ എന്താണ് വീക്കിലി എക്സാമും കറണ്ട് അഫെയറിന്റെ PDF ആണ് നമ്മൾ അയക്കുക. വീക്കിലി എക്സാമിനകത്ത് ആ ഒരാഴ്ച നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ആ ഒരു എക്സാമിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റും എക്സലും പവർ പോയിന്റും കാണാൻ പറ്റുന്നില്ല അല്ലെ? കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. അതായത് മൺഡേ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആണ്, ട്യൂസ്ഡേ വേർഡ് ആണ്, വെനസ്ഡേ ടൈപ്പ് റൈറ്റർ ആണ്, തേഴ്സ്ഡേ വന്നിട്ട് ഇംഗ്ലീഷ് ആണ്, ഫ്രൈഡേ വന്നിട്ട് മലയാളമാണ്, സാറ്റർഡേ വന്നിട്ട് കറണ്ട് അഫെയർ ആണ്, സൺഡേ വന്നിട്ട് എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കാണുന്നില്ല, അതുപോലെ തന്നെ എക്സലും പവർ പോയിന്റും കാണുന്നില്ല. ഈ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴിയുമല്ലോ, വീഡിയോസ് കംപ്ലീറ്റ് കഴിയുമ്പം ആ സ്ഥാനത്ത് നമ്മൾ ഇന്റർനെറ്റിന്റെ ക്ലാസ്സുകൾ ആഡ് ചെയ്യാൻ തുടങ്ങും. ഇനി അതുപോലെ തന്നെ വേർഡ് കഴിയുന്നതിനനുസരിച്ച് ആ ഒരു സ്ലോട്ടിൽ, അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വേർഡ് കഴിഞ്ഞു കഴിയുമ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എക്സൽ സ്റ്റാർട്ട് ചെയ്യും, എക്സൽ കഴിഞ്ഞു കഴിയുമ്പോൾ പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീക്ക് സ്കെഡ്യൂൾ ഉള്ളത്. ഇത് എല്ലാ ആഴ്ചയും നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ സോ ഇത്രയാണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അപ്പം കോമൺലി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇതിൻ്റെ അർത്ഥം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട്, നമ്മളും വർക്കിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ള സമയമില്ല. അപ്പോൾ എല്ലാം കൂടെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. ഈ ലിങ്ക് അങ്ങ് കൊടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ, ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.